രണ്ട് ചെറുപ്പക്കാരെ ജനക്കൂട്ടം അടിച്ചു കൊലപ്പെടുത്തുന്ന വീഡിയോയാണ് മുസഫർ നഗറിൽ നടന്ന ക്രൂരത എന്ന പേരിൽ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത്. ഈ വീഡിയോയിലുള്ള സംഭവം യു.പിയിൽ നടന്നതല്ലെന്നും 2 വർഷം മുമ്പുള്ളതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്തതിനും പ്രചരിപ്പിച്ചതുമാണ് ബി.ജെ.പി. എം.എൽ.എ. സംഗീത് സോമിനെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ അറസ്റ്റിൽ നിന്ന് തുടർച്ചയായി ഇദ്ദേഹം ഒഴിഞ്ഞുമാറുകയാണെന്നും ആരോപണമുണ്ട്. വീഡിയോ ഷെയർ ചെയ്തതിന്റെ പേരിൽ 200 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതിനകം 32 പേർ കൊല്ലപ്പെടാനിടയായ കലാപം പടരാൻ ഈ വീഡിയോ കാരണമായെന്നും പോലീസ് പറഞ്ഞു. സംഘർഷത്തെ തുടർന്ന് മുസഫർ നഗറിന് സമീപമുള്ള പല ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട്. മതസ്പർദ്ധ വളർത്തുന്ന യാതൊരു പ്രചരണങ്ങളും അനുവദിക്കില്ലെന്ന് യു.പി. മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ യു.പി. സർക്കാർ രാഷ്ട്രീയ പകപോക്കലാണ് നടത്തുന്നതെന്ന് ബി.ജെ.പി. കുറ്റപ്പെടുത്തി. രാഷ്ട്രീയക്കാരെ മുസഫർ നഗറിലേക്ക് പ്രവേശിപ്പിക്കേണ്ടെന്ന് കഴിഞ്ഞ ദിവസം യു.പി. സർക്കാർ തീരുമാനിച്ചിരുന്നു. ബി.ജെ.പി. നേതാക്കൾ സംഭവസ്ഥലത്തേക്ക് തിരിക്കാൻ തീരുമാനിച്ച ഉടനെയായിരുന്നു ഇത്. സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. മീഡിയ 1 ന്യൂഡൽഹി.